വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ക്ലൈമറ്റിക് റീജിയൺസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ക്ലൈമറ്റിക് റീജിയൺസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് എന്താ പഠിച്ചത്? നമ്മുടെ ഭൂമിയെ പല ക്ലൈമറ്റിക് റീജിയണുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? ഒന്ന്, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഞാൻ പറഞ്ഞു ഇത് ആദ്യമേ കാണാതെ പഠിക്കേണ്ട, നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് രണ്ടെണ്ണം വെച്ച് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സവാന ക്ലൈമറ്റിക് റീജിയനും അതുപോലെ ഹോട്ട് ഡെസേർട്ടിനെയും പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും നല്ല രീതിയിൽ ടെമ്പറേച്ചർ കിട്ടുന്നത് കൊണ്ട് തന്നെ മഴ കിട്ടുന്ന റെയിൻ ഫോറസ്റ്റുകൾ കാണപ്പെടുന്ന റീജിയനാണെന്ന് പറയുന്നത് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഇനി മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ്റെ പ്രത്യേകത എന്താണ്? മൺസൂൺ വിൻഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നല്ല രീതിയിൽ കൺവെക്ഷൻ റെയിൻഫോൾ അല്ലാതെ മൺസൂൺ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ പല സ്ഥലങ്ങളിലുണ്ടെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ അവിടുത്തെ വെജിറ്റേഷൻ, അവിടുത്തെ ക്ലൈമറ്റ്, അവിടെ കാണുന്ന ഫോറസ്റ്റ്, അവിടുത്തെ പോപ്പുലേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്തുവാണ്? നമ്മുടെ സവാന ക്ലൈമറ്റിക് റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന സവാന ക്ലൈമറ്റിക് റീജിയൻ? ഞാൻ സവാന ആന എന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെയാണ്. ഈ സവാന ക്ലൈമറ്റിക് റീജിയൻ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ആനയാണ്, അല്ലേ? ആന, സവാന എന്ന് പറയുമ്പോൾ ആന. അപ്പോൾ ഈ ആനകളിൽ ഏറ്റവും വലിയ ആന ഏതാ? അത് ആഫ്രിക്കൻ ആനയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ സവാന ക്ലൈമറ്റിക് റീജിയനും എവിടെയാണ്? ആഫ്രിക്കയിലാണെന്നുള്ള പോയിന്റ് നമുക്ക് അവിടെ നിന്ന് ഓർത്തു വയ്ക്കാം, അല്ലേ? അപ്പോൾ സവാന ക്ലൈമറ്റിക് റീജിയൻ, കാരണം സവാന എന്നൊരു വാക്കൊന്നും നമ്മൾ സാധാരണ കേട്ടിട്ടില്ല. ഇക്വറ്റോറിയൽ കേൾക്കുമ്പോൾ അത് ഇക്വേറ്ററിലാണെന്നും മൺസൂൺ എന്ന് കേൾക്കുമ്പോൾ അത് മൺസൂൺ വിൻഡാണെന്നും നമ്മൾ പരിചയമുള്ള വാക്കുകളാണ്. പക്ഷേ സവാന ക്ലൈമറ്റിക് റീജിയനൊന്നും നമ്മൾ ആ വാക്കൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ സവാനയിൽ നിങ്ങൾ എന്തെടുത്താൽ മതി? അന്ന അല്ലെങ്കിൽ ആന എന്നെടുത്താൽ മതി. അപ്പോൾ ആലോചിക്കുക, സവാന ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ അത് ആന എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ആന ആഫ്രിക്കൻ ആന. അപ്പോൾ എവിടെ കാണപ്പെടുന്നു? ആഫ്രിക്കയിൽ കാണപ്പെടുന്നു. ഈ ആന നിൽക്കുന്ന സ്ഥലം നോക്കി, മൊത്തം ഗ്രാസ് കാണുന്നൊരു സ്ഥലമാണ്, അല്ലേ? അപ്പോൾ ഈ സവാന ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്ന സത്യത്തിൽ അത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകളാണ്. എന്തുവാണ്? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് തുടങ്ങുകയും ചെയ്തു, എന്നാൽ ഡെസേർട്ടിലോട്ടോട്ട് എത്തിയതുമില്ല. ഇതിനിടയിൽ കാണുന്ന ഒരു റീജിയനാണ് ഈ സവാന ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് കാടാണോ എന്ന് ചോദിച്ചാൽ കാടല്ല, എന്നാൽ മരുഭൂമിയാണോ എന്ന് ചോദിച്ചാൽ മരുഭൂമിയല്ല, രണ്ടിനും ഇടയിൽ. അതായത് കാടിൻ്റെയോട് ചേർന്ന് കുറച്ച് മരങ്ങളും കാണും, മരുഭൂമിയിലോട്ട് പോകുന്തോറും എന്തായിട്ട് മാറും? ഇതുപോലെ കാണുന്ന പുൽമേടുകളുമായിട്ട് മാറുന്ന സ്ഥലം, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകളിലെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സവാന ക്ലൈമറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഇത് ഓരോ കോണ്ടിനെൻറ്റിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് സവാന ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അത് കാണുന്നത് ആഫ്രിക്കയിലാണ്. അതൊരു ഗ്രാസ് ലാൻഡാണ്, അത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്. 2 പോയിന്റ് കിട്ടി. അപ്പോൾ ഇത് ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും? അത് ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങുകയും ചെയ്തു, ഡെസേർട്ടിലോട്ടൊട്ട് എത്തിയതുമില്ല. അപ്പോൾ ഫോറസ്റ്റിനോട് ചേർന്ന് വലിയ മരങ്ങളൊക്കെ കാണുന്ന ഒരു ഭാഗം അത് ഡെസേർട്ടിനടുത്തോട്ട് പോകുന്തോറും പുല്ലുകൾ മാത്രം കാണുന്ന സ്ഥലമായിട്ട് മാറും. അത് ഓരോ കോണ്ടിനെൻറ്റിലും ഓരോ പേരിൽ അറിയപ്പെടുന്നു. ആഫ്രിക്കയിൽ അറിയപ്പെടുന്ന പേര് സവാന റീജിയൻ. നിങ്ങൾക്കറിയാം, ഫുട്ബോൾ കളിയിലെ ചാമ്പ്യന്മാരാണ് ആര്? ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസീലിൽ അറിയപ്പെടുന്ന പേര് ക്യാമ്പോസ് എന്നാണ്. എന്താണ്? ക്യാമ്പോസ് എന്നറിയപ്പെടുന്നു. ഈ പറയുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിനെ ബ്രസീലിൽ അറിയപ്പെടുന്ന പേര് ക്യാമ്പോസ്. അപ്പോൾ ബ്രസീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും ഫുട്ബോൾ തന്നെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പോൾ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിച്ച ചാമ്പ്യന്മാർ ബ്രസീലല്ലേ. അപ്പോൾ ഫോറസ്റ്റിനാണ് എന്തെന്നറിയപ്പെടുന്നു? ക്യാമ്പോസ് എന്നറിയപ്പെടുന്നു. ഇനി ഈ പറയുന്ന വെനിസ്വേലയിൽ ഇതിനെ ലാനോസ് എന്നറിയപ്പെടുന്നു. വെനിസ്വേലയിലെ ലാനോസ്. അപ്പോൾ ലാനോസ് കണക്ട് ചെയ്ത് വയ്ക്കാം. ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്നറിയപ്പെടുന്ന ടെസ്റ്റ് പേര് പറയാത്തതുകൊണ്ട് നമ്മളത് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ എന്താ നമുക്ക് നോക്കാനുള്ളത്? ലാറ്റിറ്റ്യൂഡാണ്, അല്ലേ? 10 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ നോർത്തേൺ ഹെമിസ്ഫിയറിലും 10 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ നോർത്തേൺ ഹെമിസ്ഫിയറിലും 10 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ സദേൺ ഹെമിസ്ഫിയറിലുള്ള ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് അഥവാ സവാന റീജിയൻ കാണപ്പെടുന്നു. അപ്പോൾ നോക്കിക്കോ, സവാന റീജിയൻ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എവിടെ കാണപ്പെടുന്നു?
10 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രിക്കും ഇടയിലായിട്ട് ബോത്ത് ഹെമിസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് കാണപ്പെടുന്നത്. അതിനെ ആഫ്രിക്കയിൽ സവാന എന്നും ബ്രസീലിൽ ക്യാമ്പോസ് എന്നും വെനിസ്വേലയിൽ ലാനോസ് എന്നും വിളിക്കുന്നു. പ്രധാനമായിട്ടും ഇക്വേറ്ററിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഹോട്ടായിട്ടുള്ളൊരു ക്ലൈമറ്റാണെന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. ചെറിയ രീതിയിൽ മഴ കിട്ടുന്നതുകൊണ്ട് ഹോട്ടായ സമ്മറും ഡ്രൈ ആയ വിൻ്ററുമാണ് ഇവിടെ കാണുന്നത്, സവാനയിൽ കാണുന്നത്. തൊട്ട് മുമ്പ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് കഴിഞ്ഞ് നമ്മൾ മൺസൂൺ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മൺസൂൺ വിൻഡ് എന്നൊരു വിൻഡ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളും എന്തായേനെ ഈ പറയുന്ന സവാന റീജിയനൊക്കെ കാത്ത് പെടേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മളിവിടെ അല്ല, സവാനയിലല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് പറയുന്ന പ്രത്യേക വിൻഡായിട്ടുള്ള മൺസൂൺ വിൻഡ്, അതൊരു പ്രത്യേക വിൻഡല്ലേ, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് എന്തായിരിക്കും? സമ്മറുകളെന്ന് പറയുന്നത് കുറച്ച് മഴ കിട്ടുന്ന ഹോട്ട് ഹ്യൂമിഡ് സമ്മറും ഡ്രൈ വിൻ്ററും ആയിരിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21 ഡിഗ്രി തൊട്ട് 32 ഡിഗ്രി വരെ ആയിരിക്കും. മഴ എന്ന് പറയുന്നത് 25 തൊട്ട് 125 വരെ. ഞാൻ പറഞ്ഞില്ലേടാ, കാട്ടിൽ നിന്ന് തുടങ്ങുകയും മരുഭൂമിയിലോട്ട് എത്താതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ഈ ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് 125 മഴ കിട്ടുമ്പോൾ ഡെസേർട്ടിനടുത്തോട്ടൊക്കെ എത്രയായിരിക്കും? 25 സെൻറ്റിമീറ്റർ മഴയായിരിക്കും കിട്ടുന്നത്. എന്താ ഈ സെൻറ്റിമീറ്ററിൽ മഴ അളക്കുന്നതെന്ന് അറിയാവോ? മഴ പെയ്യുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ഒരു വലിയ ഫണൽ വെച്ചേക്കും. ഈ ഫണലിൽ ഒരു സമയം പെയ്യുന്ന മഴ എന്ന് പറയുന്ന ഒരു സ്കെയിലിനകത്ത് ഒരു ബീക്കർ, ഒരു ടെസ്റ്റ് ട്യൂബ് പോലത്തെ സാധനത്തിനകത്ത് ഇങ്ങനെ മാർക്കിംഗ് ഉണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റിമീറ്റർ അളവിൽ മഴ പറയുന്നത്. നല്ല രീതിയിൽ മഴ പെയ്താൽ നല്ല സെൻറ്റിമീറ്റർ കിട്ടും. 200 സെൻറ്റിമീറ്ററൊക്കെ മഴ കേരളത്തിൽ കിട്ടുന്നു. 200, 250. അപ്പോൾ ആലോചിച്ച് നോക്കി, നല്ല മഴ കിട്ടും. അപ്പോൾ 25, 125 എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറവാണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കാണുന്ന ട്രൈബാണ് മസായി ട്രൈബ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ കാണുന്ന ട്രൈബൽ ഗ്രൂപ്പിൻ്റെ പേരെന്ത്? ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്ത് പോയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ സവാന ക്ലൈമറ്റിക് റീജിയനെ പറ്റി പഠിക്കുമ്പോൾ. സവാന ക്ലൈമറ്റിക് റീജിയൻ അതിന് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്നറിയപ്പെടുന്നു. 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായി ബോത്ത് ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്ന ഈ സ്ഥലത്തെ പല പേരുകൾ അറിയപ്പെടുന്നു. ഇതിന് ആഫ്രിക്കയിൽ സവാന, ആന ഉള്ള ആഫ്രിക്ക എന്നും, സദേൺ ബ്രസീലിൽ എന്താണ് ക്യാമ്പോസ് എന്നും, ചാമ്പ്യന്മാരായ ബ്രസീൽ എന്നും, വെനിസ്വേലയിലെ ലാനോസ് ലാ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പ്രത്യേകത എന്താണ്? ഹോട്ട് ഹ്യൂമിഡ് സമ്മറും കൂളായ ഡ്രൈ വിൻ്ററുമാണ് ഇവിടെ ഉള്ളത്. 21 തൊട്ട് 32 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കിട്ടുന്ന ഇവിടുത്തെ മഴയെന്ന് പറയുന്നത് 20 തൊട്ട് 125 സെൻറ്റിമീറ്റർ വരെ ആണ്. ഇനി എന്താ ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കാട്ടിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഡെസിഡിയസ് ഫോറസ്റ്റും ടോളായ ഗ്രാസുമാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ആന നിൽക്കുന്ന ഗ്രാസ് ലാൻഡ് അല്ലേ, മരം ഇവിടെ പോയെന്ന്. എടാ, ഫോറസ്റ്റിനടുത്തായിട്ട് മരങ്ങളും അങ്ങോട്ട് പോകുന്നതോറും ഇവിടെ നോക്കിയേ, വെൻ വി അപ്രോച്ച് ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിൻ്റെ വെസ്റ്റേൺ മാർജിനോട്ട് പോകുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ജനറലി ഡിക്രീസസ് ആൻഡ് വിത്ത് ദ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ദിസ് ഈസ് ഫോളോഡ് ബൈ ഡെസേർട്ട് വെജിറ്റേഷൻ. കേട്ടോ, ഫോറസ്റ്റിൽ നിന്നും ഇവിടെ ഈസ്റ്റിലാണ് കിടക്കുന്നത്. ഞാനത് പിക്ചർ എങ്ങനെ കിട്ടിയോണ്ടാണ്. സത്യത്തിൽ വെസ്റ്റിലോട്ട് പോകുമ്പോഴാണ് എന്ത് പറ്റും? ഇങ്ങോട്ട് പോകും തോറും മഴ കുറയുന്ന കാരണം മരങ്ങളും കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, നിയർ ദ ഡെസേർട്ട് ഷോർട്ട് ബുഷസ് ആൻഡ് ത്രോണി ഫോറസ്റ്റ് ആർ ഫൗണ്ട്. അല്ലേ, ഡെസേർട്ടിലോട്ട് പോകും തോറും പൊക്കം കുറഞ്ഞ ബുഷസും അതുപോലെ തന്നെ എന്താണ് മുള്ളുള്ള ചെടികളും ഒക്കെയാണ് കാണപ്പെടുന്നത്. അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇനി ഇവിടെ ഹെർബിവോറസ് ആയിട്ടുള്ള ജിറാഫും സീബ്രയും ആനയും ഒക്കെ കാണാം. ആനയുടെ പേരുടെ ഇല്ലെന്നേ ഉള്ളൂ. കാർണിവോറസ് ആയിട്ടുള്ള ലയണും ടൈഗറും ഒക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങൾ. 2 പോയിന്റ് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇവിടുത്തെ മണ്ണ് നോക്കിയാൽ റിലേറ്റീവ്ലി ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണാണ്, പക്ഷേ മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ മറ്റിടത്തുള്ള പോലത്തെ ഫാമിംഗ് പറ്റത്തില്ല. സോ ഡ്രൈ ഫാമിംഗ്, അതായത് വെള്ളം കുറഞ്ഞ രീതിക്ക് അല്ലെങ്കിൽ വെള്ളം കുറവ് വേണ്ടിയിട്ടുള്ള കൃഷി ഉള്ള ചെടികളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് നടുന്നത്. ആൾക്കാരുടെ ജോലി എന്ന് പറയുന്നത് കൃഷിയും മൃഗസംരക്ഷണവും തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന സ്ഥലത്ത് നമ്മുടെ യൂറോപ്യൻ കോളനികളായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടം പലതും. ഈ പറയുന്ന നമ്മളിന്ന് പഠിച്ച പല സ്ഥലങ്ങളും യൂറോപ്പിൻ്റെ കോളനികളായിരുന്നു. അപ്പോൾ യൂറോപ്പ് കോളനിയാക്കുന്ന സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യും? യൂറോപ്പുകാർക്ക് വേണ്ട ക്രോപ്പ് കൃഷി ചെയ്യും. അതായത് കോട്ടണും കോഫിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സുഡാനിൽ കോട്ടണും ബ്രസീലിൽ കോഫിയും ഒക്കെ എന്ത് ചെയ്തു? കൾട്ടിവേറ്റ് ചെയ്തു. യൂറോപ്യന്മാർ വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ഇവിടെ ആരംഭിക്കുന്നത്. അത് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതശൈലി ഞാൻ പറഞ്ഞു. ഇവിടെ കാണുന്ന ട്രൈബാണ് മസായി ട്രൈബ്. ഇതാ കണ്ടോ, ഈ പടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് മസായി ട്രൈബ് എന്ന് പറയുന്നത്. ഇന്നും അവിടെ ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പുണ്ട്. പോപ്പുലേഷൻ വളരെ കുറവാണ്. വലിയ ഗ്രാസ് ലാൻഡുകളാണ്, മൃഗങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ. അതുപോലെ ഈ ചെറിയ ട്രൈബൽ ഗ്രൂപ്പുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. തീർന്നു. ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ സവാന ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ ഇവിടെ ഉള്ള ഡെസേർട്ടിയസ് ആയിട്ടുള്ള ടോൾ ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡെസേർട്ടിലോട്ട് പോകുന്നവർ ഷോർട്ടർ ബ്രഷസ് വരുന്നു. പ്രധാനമായിട്ട് ഇവിടെ കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? സീബ്രയും ജിറാഫും ടൈഗറും ഒക്കെയാണ്. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി റിലേറ്റീവ്ലി കുറവാണ്, മഴ കുറവായതുകൊണ്ട്. അതുകൊണ്ട് ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. മൃഗസംരക്ഷണവും കൃഷിയുമാണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. മസായി ട്രൈബുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. കോട്ടണും കോഫിയും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യും.
ഇത്രയൊക്കെ ആണല്ലോ, തീർന്നു. ഇത്രയേ ഉള്ളൂ സവാന ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ നമ്മൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡെസിഡിയസ്, ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ള നമ്മൾ എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മഴ കുറവ് കിട്ടുന്ന സ്ഥലങ്ങളിലെ ഡെസിഡിയസ് ഫോറസ്റ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് മഴ കുറഞ്ഞ് കിട്ടുന്ന സ്ഥലത്തുള്ള എന്ത് പഠിച്ചു? സവാന റീജിയൻ പഠിച്ചു. അപ്പോൾ അടുത്ത് വരുന്നത് എന്തായിരിക്കും? മഴ ഒട്ടും കിട്ടാത്ത ഡെസേർട്ടായിരിക്കും. അപ്പോൾ ഡെസേർട്ട് റീജിയൻ നോക്കിയേ, മാപ്പിൽ എവിടെയാണ് ഡെസേർട്ട് റീജിയൻ കാണപ്പെടുന്നത്? ദേ ഇവിടെ ആഫ്രിക്കയിൽ ഇതാ കുറേ ഡെസേർട്ടുണ്ട്, സൗത്തിലും കുറേ ഡെസേർട്ടുണ്ട്, സൗത്ത് അമേരിക്കയിലുണ്ട്, നോർത്ത് അമേരിക്കയിലുണ്ട്, ഇന്ത്യയുടെ ഭാഗത്തുണ്ട്, ആഫ്രിക്കയുടെ ഭാഗത്തും എന്തുണ്ട്? ഡെസേർട്ടുണ്ട്. ഈ ഡെസേർട്ടുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രധാന ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റ്, ഇതല്ലേ വെസ്റ്റ്, ഇടതുവശത്തായിട്ടാണ് കൂടുതലും എന്ത് കാണപ്പെടുന്നത്? ഡെസേർട്ടുകൾ കാണപ്പെടുന്നത്. കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ഡെസേർട്ടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളണം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റേൺ മാർജിനിൽ കാണപ്പെടുന്ന, അതായത് ഏതാണ്ട് 15 തൊട്ട് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സവാന റീജിയനുള്ള ഏതാണ്ട് ആ ഭാഗം തന്നെ. പക്ഷേ എവിടെയാണ്? കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഡെസേർട്ട് റീജിയൻ കാണപ്പെടുന്നത്. നോർത്ത് ആഫ്രിക്കയിലെ സഹാറ ഡെസേർട്ട് കണ്ടോ, നോർത്ത് ആഫ്രിക്കയിലെ സഹാറ ഡെസേർട്ട്. സൗത്ത് ആഫ്രിക്കയിലെ കൽഹാരി ഡെസേർട്ട്, സൗത്ത് ആഫ്രിക്കയിലെ കൽഹാരിയും നമ്പിയും ഡെസേർട്ട്. അറ്റക്കാമ ഡെസേർട്ട് സൗത്ത് അമേരിക്ക കണ്ടോ, അറ്റക്കാമ ഡെസേർട്ട് ഇതാണ് സൗത്ത് അമേരിക്കയിൽ. ഓസ്ട്രേലിയൻ ഡെസേർട്ട്, ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയൻ ഡെസേർട്ട്. അറേബ്യൻ ഡെസേർട്ട് മിഡിൽ ഈസ്റ്റിൽ, ഇതാ ഈ കാണുന്നതാണ് അറേബ്യൻ ഡെസേർട്ട് മിഡിൽ ഈസ്റ്റിൽ. അതുപോലെ ഥാർ ഡെസേർട്ട് ഇന്ത്യയിൽ വരുന്ന ഭാഗം ഥാർ ഡെസേർട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സനോറൻ ആൻഡ് മൊജാവി ഡെസേർട്ട് നോർത്ത് അമേരിക്കയിലെ പേര് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നോർത്ത് അമേരിക്കയിലും ഡെസേർട്ട് ഉണ്ട്. കോമൺ ഫീച്ചർ എല്ലാം കോണ്ടിനെൻറ്റുകളുടെ ഇടതുവശത്ത് വെസ്റ്റേൺ ഭാഗത്താണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് കാണപ്പെടുന്നതെന്ന്? അറിയാവോ? നമ്മൾ ട്രേഡ് വിൻഡ് പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ പിള്ളേർ? ട്രേഡ് വിൻഡ് എന്തുവാ? ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഭൂമിയിൽ നടുക്ക് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് താഴോട്ട് വീശുന്ന ഈ കാറ്റാണ് ട്രേഡ് വിൻഡ്. സൗത്തിലാണെങ്കിൽ അതിങ്ങനെ വീശും. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ട്രേഡ് വിൻഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ ഡെസേർട്ട് ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഡെസേർട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ കോണ്ടിനെൻറ്റ് കാണപ്പെടുന്നു 15 തൊട്ട് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെ. Because of the trade wind lose their moisture as they move across the continent and become dry. The time they reach the western coast, as a result, these areas remain dry throughout the year. ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ സംഭവം പറഞ്ഞുതരാം. ഇനി ഇവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഹോട്ട് ഡെസേർട്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ട്രേഡ് വിൻഡ് എവിടെ നിന്നാണ് വീശുന്നത്? ഇതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇതാണ് എന്ത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്ന ഇതാണ് എന്ത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ നോക്കിക്കോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോണ്ടിനെൻറ്റിൽ നിന്ന് എടുത്ത് നോക്കാം. ഇവിടെ ആദ്യം ഇങ്ങനെയാണ് കാറ്റ് വീശുന്നത്. ഈ കാറ്റ് വരുന്നത് എവിടെ നിന്നാണ്? ലാൻഡിൽ നിന്നാണ്. ലാൻഡിൽ നിന്ന് വരുന്ന കാറ്റിന് ഈർപ്പം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഈർപ്പം ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും? ഡ്രൈ ആയിരിക്കും. ഇനി ഇവിടെ നിന്നുള്ള കാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ആലോചിച്ച് നോക്കിയാൽ ലാൻഡ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ലാൻഡിൽ വെച്ച് വെള്ളമൊക്കെ മഴ പെയ്ത് പോകും. പിന്നെ വല്ലതും ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ നോക്ക്, ഇങ്ങനെയാണ് കാറ്റ് വീശുന്നത് അല്ലേ? ലാൻഡിൽ ചെന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ലാൻഡിൽ വെച്ച് മഴ പെയ്ത് തീരും. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. കണ്ടത് ഇങ്ങനെയാണ് കാറ്റ് വീശുന്നത്. ലാൻഡിലൂടെ പോകുന്നു, ഈർപ്പം തീരുന്നു. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. എന്ത് പറ്റും? ഇവിടെയുള്ള കാറ്റ് അങ്ങോട്ട് പോകും. ഇവിടുന്ന് വരുന്ന കാറ്റ് എന്ത് പറ്റും? ലാൻഡിലൂടെ പോകുന്നു. അപ്പോൾ ഈർപ്പങ്ങളില്ലാതെ പോകുന്നു. സോ അവിടെ എന്ത് കിട്ടുന്നില്ല? മഴ കിട്ടുന്നില്ല. ഇതാണ് സംഭവം. അപ്പോൾ നോക്കിയോ, ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹോട്ടസ്റ്റ് റീജിയൻ ആണ്. എന്തുവാണ്? ഹോട്ടസ്റ്റ് റീജിയൻ ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കൂടുതലാവുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഡെസേർട്ട് ആവുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ശരി, നോക്കാം അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് റീജിയനാണ് ഭൂമിയിൽ. ഏതാണ്ട് ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആവറേജ് 30 ഡിഗ്രി വരെയാണ്. സോ എക്സ്ട്രീം ഡേ ടെമ്പറേച്ചർ ആയിരിക്കും. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിരിക്കുമല്ലോ. അത് മാക്സിമം റെക്കോർഡ് ചെയ്തത് അൽ അസീസിയ എന്ന് പറയുന്ന സഹാറൻ ഡെസേർട്ടിലാണ്. 58 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? 58 ഡിഗ്രി സെൽഷ്യസ്. ഇനി അങ്ങോട്ട് പോകും തോറും അത് കൂടുകയും ചെയ്യും, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണേ. ഇത് നോക്കിയോ, ഡെസേർട്ടിൻ്റെ ഹൈ ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ഡേ ടെമ്പറേച്ചറും നൈറ്റ് ടെമ്പറേച്ചറും തമ്മിൽ നല്ല വ്യത്യാസമായിരിക്കും. എന്ന് വെച്ചാൽ മരുഭൂമിയുടെ പ്രത്യേകത രാവിലെ തൊട്ട് ഉച്ച വരെ കൊണ്ട് നല്ല വെയിലടിച്ച് മണൽ ചൂടായിട്ട് ഹൈ ടെമ്പറേച്ചറും രാത്രിയാകുമ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ
രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള മാക്സിമം ടെമ്പറേച്ചറും വെളുപ്പാങ്കാലത്തുള്ള മിനിമം ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം എടുക്കുമ്പോൾ അത് വളരെ വലിയൊരു വ്യത്യാസമായിരിക്കും. രാവിലെ 58 ഡിഗ്രി പോകുമ്പോൾ രാത്രി അത് ചിലപ്പോൾ എത്ര പോകും? അത് 3-4 ഡിഗ്രി വരെ പോകും. അപ്പോൾ വ്യത്യാസം വലുതായിരിക്കും. അതാണ് പറയുന്നത് ഡൈയൂർണൽ റേഞ്ച് ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനത്തെ ഹാർഷ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. മഴ പൊതുവേ കിട്ടാറില്ല. അല്ല, എക്സ്ട്രീംലി ലോ മഴയാണ് ഇവിടെ കിട്ടുന്നത്. ഏതാണ്ട് ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ. സവാന പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 125 തൊട്ട് 25 വരെ. മരുഭൂമിക്കടുത്ത് എത്താറാകുമ്പോൾ 25. സോ മരുഭൂമിയിലെത്തുമ്പോൾ 25 താഴെയാണ് എന്ത് കിട്ടുന്നത്? മഴ കിട്ടുന്നത്. അപ്പോൾ മഴ പിന്നെ വർഷങ്ങളായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളുമുണ്ട്. ഈർപ്പം ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ചെടിയും കൾട്ടിവേഷനും ഒന്നും പോസിബിൾ അല്ല. ഡെസേർട്ടിലെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കാക്ടസും ഷ്രബ്സും പാംസും പോലെ അധികം മഴ വേണ്ടാത്ത, അധികം വെള്ളം വേണ്ടാത്ത ചെടികളാണ് ഇവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? സർവൈവ് ചെയ്യുന്നത്. കാരണം വളരുന്നു എന്നും അല്ല പറയുന്നത്, പിടിച്ചു നിൽക്കുകയാണ്, സർവൈവ് ചെയ്യുകയാണ്. എങ്കിലും ഒയാസിസ് ഉള്ള ഭാഗങ്ങളിൽ ചെറിയ രീതിയിൽ കൾട്ടിവേഷൻ ചെയ്യാനും ഫെർട്ടൈൽ സോയിലും കാണപ്പെടും. എന്താ ഒയാസിസ്? മരുഭൂമി കാണുന്ന വെള്ളമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയുന്നത്. സ്മോൾ ഗ്രീൻ ഏരിയ ഇൻ ദ ഡെസേർട്ട് വെയർ വാട്ടർ ഈസ് ഫൗണ്ട്. ചില സ്ഥലങ്ങളിൽ മറ്റേ അടിയിൽ നിന്നുള്ള ഈ പറയുന്ന ഊറ്റ് കാരണം എന്ത് കാണാറുണ്ട്? ചില സ്ഥലങ്ങളിൽ ചെറിയൊരു ജയ്സാൽമീർ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ രാജസ്ഥാനിലുള്ള ഇതുപോലത്തെ ഒരു ഒയാസിസ് റീജിയൻ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഈ പറയുന്ന വെള്ളവും അതിനോട് ചേർന്ന് കുറേ മരങ്ങളും ഒക്കെ കാണും. ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഒട്ടകമൊക്കെ എന്ത് ചെയ്യുന്നത്? ഒട്ടകമൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ഓക്കെ, അതാണ് ഒയാസിസ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ ജീവിത രീതി നിങ്ങൾക്ക് തന്നെ അറിയാം. അൺഫേവറബിൾ ക്ലൈമറ്റാണ്, താമസിക്കാൻ ഒട്ടും കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ആൾ താമസം ഉണ്ടാവുക വളരെ കുറവാണ്. ഇൻഡിജീനിയസ് ട്രൈബുകളായിട്ടുള്ള ബുഷ്മാൻമാരാണ് ഇവിടെ കാണുന്നത്. കൽഹാരിയിലെ ഉള്ള ആൾക്കാരാണ് ആര്? ബുഷ്മാൻ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മുടെ ട്രൈബിനെ പറ്റി പഠിച്ചു. ഓക്കെ, ഇനി ജീവിതമാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറി ആണ് പ്രധാനമായിട്ടും ഇവിടെ ഒയാസിസിൻ്റെ ഏരിയകളിൽ. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ പറയുന്ന സ്ഥലത്ത് മൈനിങ് ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡും മറ്റു കാര്യങ്ങളുമൊക്കെ മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനികളും അറ്റാക്കാമയിലുള്ള കോപ്പർ ഖനികളിൽ നിന്നുമൊക്കെ ഖനികളിൽ നിന്ന് സ്വർണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വരികയും വന്ന് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും താമസിക്കുകയും ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നത് കാരണം കുറച്ചൊക്കെ എക്കണോമിക് റിസോഴ്സുകളും ഡെവലപ്മെൻറ്റും ഉണ്ട്. പെട്രോളിയത്തിൻ്റെ ഡെപ്പോസിറ്റും ഈ സ്ഥലത്തെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നു. ആ പെട്രോളിയം ഡെപ്പോസിറ്റൊക്കെ വന്ന കാരണം നമുക്ക് ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ്, നമ്മുടെ ദുബായ്, അബുദാബി അങ്ങനത്തെ സ്ഥലങ്ങൾ മിഡിൽ ഈസ്റ്റ് ഉണ്ടല്ലോ, ആ മിഡിൽ ഈസ്റ്റ് ഡെസേർട്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പെട്രോളിയം കണ്ടെത്തിയതോടുകൂടി അവിടെ ഡെവലപ്പായി. ദുബായ് മറ്റു രാജ്യങ്ങളൊക്കെ ഹൈലി ഡെവലപ്ഡ് ആണ്. അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കടലിലുള്ള വെള്ളം പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ അവർ ധനികരാണ് പെട്രോളിയം വിറ്റിട്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. തീർന്നു, ഇത്രയേ ഉള്ളൂ ഹോട്ട് ഡെസേർട്ട്. അപ്പോൾ ഹോട്ട് ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ചൂടായ ടെമ്പറേച്ചറാണ്, 58 വരെ പോകുന്ന അല്ല CC ഒക്കെ ഇവിടെയാണ്. മഴ വളരെ കുറവാണ്. ട്രേഡ് വിൻഡ് പോകുന്നത് കൊണ്ടാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഡ്രൈ ആയിട്ട് മാറുന്നത്. എന്നാൽ ഇവിടെ എന്ത് കാണാറുണ്ട്? ഒയാസിസ് തൈ കാണുന്നതാണ്. ഒയാസിസ് സഹാറയിലെ ഒയാസിസ് കണ്ട് കുറച്ച് വെള്ളവും അവിടെ കുറച്ച് മരങ്ങളും കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഇവിടെ കാണാറുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കാറുണ്ട്. കൽഹാരിയിലെ ബുഷ്മാൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇൻഡിജീനിയസ് ട്രൈബിന് എക്സാമ്പിൾ ആണ്. മൈനിങ് ആക്ടിവിറ്റീസ്, ഗോൾഡ് മൈനിങ്ങും അതുപോലെ തന്നെ കോപ്പർ മൈനിങ്ങും വരുന്നത് കാരണവും പെട്രോളിയത്തിൻ്റെ ഡെപ്പോസിറ്റ് കാരണവും കണ്ടോ റിയാദ്, സൗദി അറേബ്യയൊക്കെ ഇത്രയും ഡെവലപ്പായ സിറ്റി ആയത് അവിടെയുള്ള പെട്രോളിയം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളും കാരണമാണ്. തീർന്നു. ഇതാണ് ഈ 2 ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഓർമ്മയിരിക്കൂലേ പോയിന്റുകൾ? ഇനി വരുന്ന മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനാണ്. എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ ചുറ്റും കാണുന്ന ഫലം. മെഡിറ്ററേനിയൻ കടൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹിസ്റ്ററിയിലെ 1ാമത്തെ ചാപ്റ്റർ ഹ്യൂമനിസത്തിൽ ഞാൻ പറഞ്ഞു ഇറ്റലി ഇരിക്കുന്ന മെഡിറ്ററേനിയൻ കടലിലോട്ട് ഇറങ്ങിയാണെന്നും. ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.